ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹീതരെ, പരിശുദ്ധ വലിയ നോമ്പിൻ്റെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നാം കടന്നിരിക്കുന്നു. കുഷ്ഠരോഗിയുടെ സൗഖ്യത്തിൻ്റെ അനുസ്മരണമാണ് ഈ ആഴ്ചയിലെ ധ്യാനം. പിറവിയിൽ തന്നെ അവൻ കുഷ്ഠരോഗിയായിരുന്നു എന്ന് അവിടെ പ്രസ്താവിക്കുന്നില്ല. ദേഹം മുഴുവനും കുഷ്ഠം നിറഞ്ഞ ഒരു മനുഷ്യൻ ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നു എന്നാണ് അവിടെ പ്രസ്താവന. സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ടനാകുന്നതിന് മുമ്പ് അവന് സ്വന്തമെന്ന് കരുതിയ ബന്ധങ്ങൾ ഏറെ ഉണ്ടായിരുന്നിരിക്കാം. സുഹൃത്ത് വലയങ്ങൾ ഏറെ ഉണ്ടായിരുന്നിരിക്കാം. സമൂഹത്തിലെ ഒരു ഭാഗമായി അവൻ പ്രതിബദ്ധതയോടെ നിന്നിരുന്ന ആളായിരിക്കാം. എന്നാൽ രോഗാതുരമായ അവസ്ഥയിൽ അവൻ പാളയത്തിന് പുറത്തേക്ക് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട് പോവുകയാണ്. അവൻ്റെ നൊമ്പരങ്ങളിൽ ആശ്വാസം പകരുവാൻ മനസ്സുള്ളവരായി ആരെയും കാണുന്നില്ല. അവൻ്റെ വേദനകളിൽ സമാശ്വസിപ്പിക്കുവാൻ മനസ്സുള്ളവരായി ആരെയും അവൻ കാണുന്നില്ല. ഈ അവസ്ഥയിൽ നിന്നാണ് അവൻ്റെ പ്രാർത്ഥനയുടെ വാക്കുകൾ പരുവപ്പെടുന്നത്. സൗഖ്യദായകനായ യേശുക്രിസ്തുവിനെ കുറിച്ച് അവൻ കേട്ടിട്ടുണ്ടാകാം. എന്നാൽ അവന് മനസ്സരിവുണ്ടാകുമോ എന്ന ഒരു സംശയം അവൻ്റെ ഉള്ളിൽ ഉയർന്നു വരുന്നു. ആയതിനാൽ അവൻ കണ്ടറിഞ്ഞ സമൂഹത്തിൻ്റെ സംസ്കാരത്തിനനുസൃതമായി അവൻ പ്രാർത്ഥിക്കുന്നു, യേശുവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും. അവൻ്റെ അന്തരംഗത്തിൻ്റെ നൊമ്പരങ്ങളെ ഉള്ളതുപോലെ തിരിച്ചറിയുന്ന തമ്പുരാൻ അവനോട് മറുപടിയായി പറയുന്നത്, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാവുക എന്നാണ്. ഒരു സ്നേഹസ്പർശം, ഇതുവരെയും ജീവിതത്തിൽ നിഷിദ്ധമായിരുന്ന ആ സ്പർശം, അതുകൂടി അവന് നൽകുവാൻ തമ്പുരാന് മനസ്സാകുന്നു. അതുവഴിയായി അവനെ സമൂഹത്തിൻ്റെ ഭാഗമാക്കി തീർക്കുന്ന ഒരനുഭവം കൂടി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നൊമ്പരങ്ങളുടെ വേലിയേറ്റത്തിൽ വല്ലാതെ ജീവിതം ആടി ഉലയുന്നവർക്ക് സ്നേഹസ്പർശമാകുന്ന സാന്ത്വനത്തിൻ്റെ ഇടങ്ങൾ നൽകുവാൻ, അതുവഴി അവരെ ദൈവസന്നിധിയിലേക്ക്, ദൈവസ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ഈ പരിശുദ്ധ നോമ്പ് നമുക്ക് സഹായകരമാകട്ടെ. കുഷ്ഠരോഗിയുടെ വിശ്വാസത്തിൻ്റെ പൂർണ്ണത നമ്മുടെ ആധ്യാത്മികതകളിലും തെളിയുവാൻ ഈ പരിശുദ്ധ നോമ്പ് സഹായകരമാകട്ടെ. കുഷ്ഠം ബാധിച്ച് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവൻ ആ പാളയത്തിന് പുറത്തു തന്നെ നിൽക്കാതെ പ്രതിബന്ധങ്ങൾക്ക് അറുതി വരുത്തുന്ന തമ്പുരാന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ കാണിച്ച ആർജവം നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ നമുക്കും ഉയർത്തിപ്പിടിക്കാം. മടി കൂടാതെ അവൻ്റെ സന്നിധിയിൽ ചേർന്നിരിക്കാം. ദൈവം സഹായിക്കട്ടെ.